എൻ്റെ കുട്ടി വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ ജോലി കഴിഞ്ഞ് വന്നാൽ, അതായത് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നാണ് കേട്ടോ. ആദ്യം കൊണ്ടുപോയ ഉച്ചയ്ക്ക് കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെക്കും. പിന്നെ തുണി നനയ്ക്കാനുണ്ടെങ്കിൽ അത് നനയ്ക്കും. എപ്പോഴും ഞാൻ വൈകുന്നേരം അല്ല നനയ്ക്കുന്നത്, മിക്കവാറും രാവിലെയാണ്. പക്ഷേ ഇന്ന് എന്തോ എനിക്ക് വൈകുന്നേരം നനയ്ക്കാൻ തോന്നി, ഞാനങ്ങ് നനച്ചിട്ടു. നാളെ രാവിലെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, രാവിലെ സ്കൂളിൽ. അപ്പോൾ 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങണം, അതുകൊണ്ട് നനച്ചിട്ടതാണേ. പിന്നെ നാളത്തേക്ക് ഇച്ചിരി ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി കരിഞ്ഞു വെക്കാമെന്ന് വിചാരിച്ചു. ഇതൊന്നും ഞാൻ എന്നും ചെയ്യുന്ന പ്രക്രിയയൊന്നുമല്ല. ട്യൂഷനുള്ള ദിവസങ്ങളിൽ ട്യൂഷൻ എടുക്കാൻ പോവുകയാണ് പതിവ്. അമ്മയ്ക്കിപ്പോൾ കൈക്ക് വയ്യാതിരിക്കുന്നത് കൊണ്ട് എല്ലാം ഒന്ന് അരിഞ്ഞു വെച്ചാൽ രാവിലെ അത്രയും കൂടെ എളുപ്പമാവുമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഫ്രിഡ്ജിൽ ഇതുപോലെ ഒത്തിരി സാധനങ്ങൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി സാധനങ്ങൾ അരിഞ്ഞു വെക്കും. അങ്ങനെ നാളത്തേക്കെല്ലാം നോക്കിക്കഴിഞ്ഞപ്പം ഇന്ന് രാത്രിയിൽ എന്ത് കഴിക്കും, ഇന്ന് ഇച്ചിരി കഞ്ഞി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇച്ചിരി കഞ്ഞി വെച്ചു. അതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് ഇച്ചിരി ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു. ചമ്മന്തി അരച്ച് വന്നപ്പോഴത്തേക്ക് ഒരു സ്വല്പം വെള്ളം കൂടി പോയിട്ടുണ്ട്. കുഴപ്പമില്ലെന്നേ, നമ്മളൊക്കെ അല്ലേ കഴിക്കുന്നതെന്ന് ഞാനങ്ങ് സമാധാനിച്ചു. എന്തായാലും ചമ്മന്തി അരച്ച് കൂട്ടി. പിന്നെ വിശാലിന് ഇച്ചിരി പയർ വെക്കണം എന്ന് പറയുന്നുണ്ട്. ഇച്ചിരി പയറും കൂടെ വെക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതിനകത്ത് കഞ്ഞിയാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. ഇനി തൊട്ട് പുറകെ പയർ വെക്കണം. പയർ വെക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുമില്ല കേട്ടോ. അവിടെ അമ്മ ഗൗരിക്കുട്ടിയെ കുറച്ച് നേരെ ഇച്ചിരി മലയാള അക്ഷരം എഴുതാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നലെ വാങ്ങിച്ച മിഠായി ഞാൻ ഇപ്പോഴാണ് കഴിക്കുന്നത്. അപ്പോൾ നാളെ കാണാം. ബൈ.